എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് സാരനാഥിലാണ്. നമ്മളെല്ലാവരും പാഠപുസ്തകങ്ങൾ പഠിച്ച സാരനാഥ്, അശോക ചക്രവർത്തി, അശോകസ്തംഭം ഇവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നൊരു ചെറിയ അറിവ് മാത്രമാണ് സാരനാഥിനെക്കുറിച്ച് എനിക്കിവിടെ എത്തും വരെ ഉണ്ടായിരുന്നത്. എന്നാൽ കുംഭമേളയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയൊരു തീർത്ഥാടനത്തിൽ സാരനാഥ് സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഈ സ്ഥലം നമ്മളുടെ ചരിത്രത്തിലും നമ്മളുടെ ദേശീയതയുമായി എന്തുമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നവിടെ നിന്ന് എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിലാണ് സാരനാഥ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട ബൗദ്ധ സ്മാരകമാണ്. ബുദ്ധമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് സാരനാഥ്. ബോധോദയം ലഭിച്ച ശ്രീ ഗൗതമ ബുദ്ധൻ ആദ്യമായി തൻ്റെ 5 ശിഷ്യന്മാർക്ക്, അതായത് കൊണ്ടന്ന, ബപ്പ, ബദ്ദിയ, മഹാനാമ, അസിജി, ഈ 5 ശിഷ്യന്മാർക്ക് ധർമ്മചക്ര പ്രവർത്തന സൂത്രം ഉപദേശിച്ച പുണ്യഭൂമിയാണ് സാരനാഥ്. ചതുർ ആര്യസത്യങ്ങൾ, അഷ്ടാംഗമാർഗം ഇവയെല്ലാം ഭഗവാൻ ഉപദേശിച്ച ഈ മഹനീയ സ്ഥാനത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഭഗവാൻ ബുദ്ധൻ്റെ ആദ്യത്തെ പ്രഭാഷണത്തെ ഏറ്റവും മഹനീയമായി നിലകൊള്ളാൻ വേണ്ടി അതിന് നടന്ന തലത്തിന് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന സ്തൂപം കാണാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ധാമേക് സ്തൂപ എന്നാണ് ഇതറിയപ്പെടുന്നത്. 2-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയാണ് ഇവിടെ ഈ ധാമേക് സ്തൂപ പണി കഴിച്ചത്. ബുദ്ധ പഠന കേന്ദ്രങ്ങളും അശോകസ്തംഭവും ചതുർസിംഹ പ്രതിമയും എല്ലാം അശോകമിനോട് പണി കഴിപ്പിച്ചു. പിന്നീട് 5-ാം നൂറ്റാണ്ടിൽ ഗുപ്തരാജവംശത്തിൽപ്പെട്ട കുമാരഗുപ്ത രാജാവാണ് വീണ്ടും ഇവയെല്ലാം പുനർനിർമ്മിച്ചത്. കാലഹരണപ്പെട്ട പോയ ഈ സ്തൂപം വീണ്ടും പുനർനിർമ്മിക്കപ്പെടുകയും പിന്നീടുണ്ടായ പല ആക്രമണങ്ങളുടെയും ഭാഗമായിട്ട് ഇത് വീണ്ടും നശിക്കപ്പെട്ടു പോയി. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് പുരാവസ്തു ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇത് വീണ്ടും ഖനനത്തിലൂടെ കണ്ടെത്തുകയും പിന്നീട് സാരനാഥിൻ്റെ ചരിത്രം ഇതിലൂടെ രേഖപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. സാരനാഥിലെ ഈ സ്തൂപത്തിന് ചൗഖണ്ഡി സ്തൂപം എന്നും പറയാറുണ്ട്. ഈ സ്തൂപം 50 മീറ്റർ ഉയരവും 28 മീറ്റർ വ്യാസവുമുണ്ട്. ഭാരതത്തിലെ ഏറ്റവും വലിയ ബൗദ്ധ സ്തൂപങ്ങളിൽ ഒന്നാണിത്. ഇതിൻ്റെ ചുമരുകളിൽ ശിലകളാൽ നിർമ്മിച്ചതാണ്. മനോഹരമായ ശിലാലിഖിതങ്ങളും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉപരിഭാഗം പലപ്പോഴും കൽപ്പനകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നതായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. ഇഷ്ടിക കൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. താഴത്ത് കരിങ്കല്ലും ചെങ്കല്ലും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രാചീന ലിപികളെല്ലാം ഇവിടെ നമുക്ക് കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാനായിട്ടുള്ള പാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. ധാരാളം ബുദ്ധമത അനുയായികൾ ശ്രീലങ്ക, തായ്ലൻഡ്, മലേഷ്യ, ജപ്പാൻ തുടങ്ങിയ മിക്ക രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചുറ്റും നാമമന്ത്രങ്ങൾ ഉച്ചാരണത്തോടുകൂടി ഒരു പ്രാർത്ഥനയുടെ ശാന്തമായ അന്തരീക്ഷം നമുക്ക് ഇവിടെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടുന്ന് ഖനനത്തിലൂടെ കണ്ടെത്തിയ എല്ലാ വസ്തുക്കളുടെയും അവ യഥാർത്ഥത്തിലിരുന്ന രീതി, പൂർവസ്ഥിതി, ഖനന എടുത്ത സ്ഥലങ്ങൾ, ഇതിൻ്റെ എല്ലാം വലിയ വലിയ ചിത്രങ്ങൾ ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ സ്തൂപം,
മുന്നേ കാലഹരണപ്പെട്ടപ്പോൾ ഉള്ള അവസ്ഥ എന്തായിരുന്നു, അത് ഏത് സ്ഥിതിയിലായിരുന്നു എന്നെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വലിയ വലിയ ഫോട്ടോഗ്രാഫ്സ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആ നൂറ്റാണ്ടിലെ ജീവിത രീതികൾ, ഇതിവിടെ ഖനനത്തിലൂടെ കണ്ടെത്തിയ ഓരോ വസ്തുക്കളും, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ, ഇതെല്ലാം ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മ്യൂസിയം. ഇവിടെ ഇതിൻ്റെ എല്ലാം അശോകസ്തംഭം, നമ്മുടെ അശോകചക്രം, ഇതിൻ്റെ എല്ലാം ആ ഖനനം ചെയ്തെടുത്ത ബാക്കിയുള്ള റിമെയിൻസ് എല്ലാം വ്യക്തമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ നൽകാനും നമുക്ക് സാധിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഖനനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർപ്പിക്കുന്നതാണ് അശോക പില്ലർ, അശോകസ്തംഭം. സാർനാഥിലെ സിംഹസ്ഥലവുമായിട്ടുള്ള അശോകസ്തംഭം അശോകൻ പണിത് കഴിപ്പിച്ചിരുന്നു. ഇതിൻ്റെ പ്രധാന ഭാഗം ഇന്നും ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നമായിട്ട് ഇതിനെ നമ്മൾ സ്വീകരിച്ചു. ഇതേ സ്തംഭത്തിൽ തന്നെയാണ് അശോകചക്രം. ഇതിൽ ബുദ്ധൻ്റെ ഉപദേശവുമായിട്ട് അശോകചക്രം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ബുദ്ധധർമ്മത്തിൽ ധർമ്മചക്രം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. വീൽസ് ഓഫ് ധർമ്മ എന്നും ഇതിനെ പറയാറുണ്ട്. ഇതിലുള്ള 24 അകശാലുകൾ, സ്പോക്സ്, അഷ്ടാംഗിക മാർഗത്തിൻ്റെ വിപുലീകരണമാണ്. അശോകചക്രത്തിലാണ് ഈ 24 അകശാലുകൾ, സ്പോക്സ് ഉള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് അന്ന് ഇതെല്ലാം പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ ഇതൊരു കഷ്ടപ്പാട് എന്നൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൽ ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഇവിടെ വന്ന് നേരിൽ വന്ന് കാണുമ്പോൾ ശരിക്കും നമ്മളുടെ ചരിത്രത്തെക്കുറിച്ചും നാടിൻ്റെ അറിവുകളെക്കുറിച്ചും എന്തിനും ബുദ്ധമതത്തെക്കുറിച്ച് പോലും പുതിയ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നു. ഇതുപോലെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനെക്കുറിച്ച് അവഗാഹമായി മനസ്സിലാക്കാനും ഒക്കെ ഇതിനു മുന്നേ എനിക്കൊരവസരം കിട്ടിയത് ഔറംഗാബാദിലെ എല്ലോറ ഗുഹകൾ സന്ദർശിക്കുമ്പോൾ തീർത്തും നമ്മളുടെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന കഴിവുള്ള മനുഷ്യരെക്കുറിച്ചും നമ്മളുടെ ഒരു സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ചരിത്ര പുസ്തകങ്ങളിലൂടെ നമുക്ക് കിട്ടിയ അറിവുകൾ വളരെ ചുരുക്കമാണ്. ഇങ്ങനെയുള്ള ചരിത്ര പൗരാണികമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മളൊക്കെ പഠിച്ചത് 4-5 വാക്കുകളിൽ നമ്മൾ പഠിച്ച് കണ്ടതല്ല നമ്മളുടെ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം. ഇതെല്ലാം നേരിൽ കണ്ടെത്തുമ്പോഴുള്ള ആ ഒരു സന്തോഷം എല്ലാം കണ്ടിരിക്കേണ്ടതാണ്. അവർ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ ഇതിൽ കൂടുതൽ അറിവുകൾ ഇങ്ങനെയുള്ള ചരിത്രപരമായ സ്ഥലങ്ങൾ കാണുമ്പോഴും പഠിച്ചതെന്താണ്, വെറും അത് പഠിക്കേണ്ടതല്ല, ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന സത്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാനായിട്ടും ഇങ്ങനെയുള്ള യാത്രകൾ നമുക്ക് ഉപകരിക്കും. സാർനാഥ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ പട്ടികയിൽപ്പെട്ടതാണ്. ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സന്ദർശകർ തീർത്തും ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കൂടുതലും ദേശീയരായ ബുദ്ധമത വിശ്വാസികളെയാണ് ഇവിടെ. ഈ കാണുന്നതാണ് അശോകസ്തംഭത്തിൻ്റെ ഇന്നത്തെ ബാക്കി ചിത്രം. ഈ ഒരു സ്തംഭത്തിൻ്റെ മുകളിലായിട്ടായിരുന്നു അശോകസ്തംഭം നിലനിന്നിരുന്നത്. നമ്മളെപ്പോലുള്ളവർ ഭാരതീയർ ഇങ്ങനെയുള്ള ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് കൂടുതലെത്തണം എന്നാണ് എൻ്റെ ഒരഭിപ്രായം. കൂടുതൽ കാഴ്ചകളുമായിട്ട് വരുന്ന വീഡിയോകളിലേക്ക് നമുക്ക് കാണാം. താങ്ക് യു. നന്ദി.